സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ ഭ്രമം തുടരുന്നു. എന്താ ചേച്ചി ഇത്ര രാവിലെ? കുസുമത്തെ കണ്ട ആശ്ചര്യത്തോടെ പ്രേംശങ്കർ ചോദിച്ചു. രാവിലെയോ? മണി 8:30 കഴിഞ്ഞു. ഒറ്റയ്ക്കായതുകൊണ്ട് നീ എഴുന്നേൽക്കാൻ വൈകി കാണും. കുസുമം അകത്തേക്ക് കയറി. അവൾ ഒരു പ്ലാസ്റ്റിക് കിറ്റ് തൂക്കി പിടിച്ചിരുന്നു. പല്ല് തേച്ചോ പ്രേം നീ? എന്നാൽ വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവൾ ഡൈനിങ് ടേബിളിൽ പ്ലാസ്റ്റിക് കിറ്റ് വെച്ചു. എനിക്കൊന്ന് കുളിക്കണം, അയാൾ പറഞ്ഞു. കുളിച്ചിട്ട് സാവകാശം വന്നാൽ മതി. എനിക്ക് പോകാൻ ധൃതിയൊന്നുമില്ല. അപ്പോഴേക്ക് ഞാൻ ചായ ഉണ്ടാക്കാം. കുസുമം കിച്ചണിലേക്ക് ചെന്നു. ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കവർ പാലിരിപ്പുണ്ട്. ഭാഗ്യം, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ എന്ത് ചെയ്തേനെ? കിച്ചൺ കബോർഡ് തുറന്ന് അവൾ പെട്ടെന്ന് തന്നെ തേയിലയും പഞ്ചസാരയും സൂക്ഷിച്ച പ്ലാസ്റ്റിക് ഡബ്ബകൾ കണ്ടുപിടിച്ചു. നല്ല ചിട്ടയുള്ള അടുക്കളയാണ് അഞ്ജലിയുടേത്. ചായ ഉണ്ടാക്കി 2 കപ്പുകളിൽ പകർന്ന് അവൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചു. കബോർഡ് തുറന്ന് ഒരു പ്ലേറ്റ് എടുത്ത് കഴുകി തുടച്ച് അവൾ ഒരു കസേരയുടെ മുൻപിൽ വെച്ചു. അപ്പോഴേക്ക് കുളി കഴിഞ്ഞ് വേഷം മാറി പ്രേംശങ്കർ വന്നു. രാവിലെ പാലപ്പവും മുട്ട റോസ്റ്റുമാണ് ഉണ്ടാക്കിയത്. നിനക്ക് പാലപ്പം ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതാ കൊണ്ടുവന്നത്. ചെറിയ കാസറോൾ അവൾ പ്ലാസ്റ്റിക് കിറ്റിൽ നിന്ന് വെളിയിലെടുത്തു. എന്നിട്ട് അത് തുറന്ന് 3 അപ്പം പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു. മുട്ട റോസ്റ്റ് വേറൊരു പാത്രത്തിലായിരുന്നു. അത് തുറന്നപ്പോൾ തന്നെ മസാല ഗന്ധം വായുവിൽ പരന്നു. കഴിക്ക് പ്രേം, അവൾ അയാളുടെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. അയാൾ അപ്പം അല്പം മുറിച്ചെടുത്ത് വായിലിട്ട് ചവച്ചു. നല്ല മൃദുവായ അപ്പം. ചേച്ചി വെറുതെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും അയാൾ പറഞ്ഞു, എനിക്കെന്ത് ബുദ്ധിമുട്ട്, സന്തോഷമേ ഉള്ളൂ. ഞാനിങ്ങോട്ട് പോരുമ്പോൾ അച്ചു എന്നെ കളിയാക്കുകയും ചെയ്തു. അച്ചു എന്ത് പറഞ്ഞു? അയാൾ ആകാംക്ഷയോടെ കുസുമത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. നടക്കാതെ പോയ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോവുകയാണോന്ന്? പ്രേമിൻ്റെ പേര് പറഞ്ഞ് അവൾ എന്നെ കളിയാക്കാറുണ്ട്. എനിക്ക് പ്രായം കുറവായിരുന്നെങ്കിൽ നീ എന്നെ മാത്രമേ കല്യാണം കഴിക്കുമായിരുന്നുള്ളൂ എന്നറിയാതെ ഞാൻ ഒരിക്കൽ പറഞ്ഞുപോയി. അന്ന് മുതൽ തുടങ്ങിയത് അവളുടെ. കുസുമം പൊട്ടിച്ചിരിച്ചു. വിജയേട്ടൻ വിളിക്കാറുണ്ടോ? പ്രേം പെട്ടെന്ന് വിഷയം മാറ്റി. എന്നും രാത്രിയിൽ വിളിക്കും. അച്ചുവിൻ്റെ കാര്യത്തിലാണ് വിജയേട്ടന് ടെൻഷൻ. പ്രേം അവിടെയാണല്ലോ, അതാ എനിക്കൊരു മനസ്സമാധാനം എന്നൊടുവിൽ പറയുകയും ചെയ്യും. അച്ചുവിൻ്റെ റിസൾട്ട് വരട്ടെ, നല്ല കോളേജിൽ തന്നെ ചേർക്കാം. അപ്പോൾ ഒന്നുകൂടി കഴിക്കൂ പ്രേം. കുസുമം ഒരെണ്ണം കൂടി എടുത്ത് അയാളുടെ പ്ലേറ്റിലേക്ക് വെച്ചു. മതി ചേച്ചി, ഇനി വയറ്റിൽ സ്ഥലമില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും അയാൾ അതും കഴിച്ചു. ചായ എടുത്ത് കുടിക്ക്. അയാൾ ചായ അല്പം കുടിച്ചു. നന്നായിട്ടുണ്ടോ? അവൾ ചോദിച്ചു. അഞ്ജലി ഉണ്ടാക്കി തരുന്നതിൻ്റെ അത്ര നന്നായിട്ടില്ല. അല്ല, നന്നായിട്ടുണ്ട് ചേച്ചി. കുസുമം തൃപ്തിയോടെ ചിരിച്ചു. പ്രേം എഴുന്നേറ്റ് കൈ കഴുകി. ഉച്ചയ്ക്ക് എവിടെ നിന്ന് കഴിക്കും? ഓഫീസിനടുത്ത് ഒരു ഹോട്ടലുണ്ട്, അവിടെ നിന്നാണ് പതിവായി. രാത്രിയിൽ വീട്ടിലേക്ക് വാ, അവിടെ നിന്ന് കഴിക്കാം, അവൾ പറഞ്ഞു. അത് വേണ്ട, വന്നിട്ട് അവിടെ വരെ വണ്ടി ഓടിക്കണ്ടേ? ഞാൻ പാഴ്സൽ മേടിച്ചോളാം. പക്ഷേ നീ ഒറ്റയ്ക്കിവിടെ? അത് സാരമില്ല. കുസുമം പ്ലേറ്റ് കഴുകി വെക്കാൻ പോയി. പ്രേം ബെഡ്റൂമിൽ ചെന്ന് ഓഫീസിൽ പോകാൻ വേഷം ധരിച്ചു. പ്രേം, കുസുമൻ ചെന്ന് വാതിലിൽ മുട്ടി. അയാൾ കതക് തുറന്നു. എങ്കിൽ ഞാൻ പോവുകയാണ്. വീട്ടിലേക്ക് വിടണോ ഞാൻ? അയാൾ ചോദിച്ചു. വേണ്ട, ഞാൻ അച്ചുവിൻ്റെ സ്കൂട്ടറിലാണ് വന്നത്. ശരി, ചേച്ചി ചെല്ല്. അച്ചു മാത്രമല്ലേ ഉള്ളൂ വീട്ടിൽ? അയാൾ പറഞ്ഞു. സൺഡേ ഉച്ചയ്ക്ക് വീട്ടിൽ വരണം, അവിടെ നിന്ന് ഊണ് കഴിക്കാം. എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്, മനസ്സിലായോ? അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. കുസുമം എന്തോ പ്രതീക്ഷിച്ച് ഒരു നിമിഷം കൂടി നിന്നു. എന്നിട്ട് യാത്ര പറഞ്ഞു പോയി. വീട്ടിൽ തനിച്ചാകുന്നത് പുതിയ അനുഭവമായിരുന്നു. മുൻപ് സൗദാമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകാമായിരുന്നു. പ്രേം ചെന്ന പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും അടച്ചു. ഒരു മുറിയിലും ലൈറ്റും ഫാനും ഓൺ ചെയ്ത് കിടപ്പില്ലെന്ന് ഉറപ്പിച്ചു. ഗ്യാസ് സിലിണ്ടറിൻ്റെ നോബ് ഓഫ് ചെയ്തു. യാത്ര പോകുമ്പോൾ അഞ്ജലി ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത് അയാൾ കണ്ടിട്ടുണ്ട്. ഒടുവിൽ മുൻവാതിൽ പൂട്ടി അയാൾ ഇറങ്ങി. കാറെടുത്ത് ഗേറ്റിന് വെളിയിലാക്കിയിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി വീണ്ടും അത് അടച്ചു. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അഞ്ജലിയുടെ വിളി വന്നത്. ഹലോ പ്രേം, വീട്ടിലാണോ അതോ ഓഫീസിലെത്തിയോ? ജസ്റ്റ് ഓഫീസിലെത്തിയതേയുള്ളൂ. നീ എന്താ ഇതുവരെ വിളിക്കാഞ്ഞത്? 1.5 മണിക്കൂർ ലേറ്റായിരുന്നു വണ്ടി. ഇവിടെ എത്തിയപ്പോൾ 9 ആയി.
അന്നമ്മ ജോസഫിൻ്റെ കസിൻ ഇവിടെയുണ്ട്. പുള്ളിക്കാരി ഹസ്ബൻഡുമായി സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളിപ്പോൾ അവിടെയാണ്. അത് നന്നായി. എപ്പോഴാണ് മൈസൂർക്ക് പോകുന്നത്? പ്രേം ചോദിച്ചു. വൈകുന്നേരത്താണ് മൈസൂരിലേക്കുള്ള ട്രെയിൻ. അന്നമ്മ ജോസഫ് ബർത്ത് റിസർവ് ചെയ്തിട്ടുണ്ട്. അവർ കൂടെയുള്ളത് വലിയ സഹായമായി അല്ലേ? അതേ പ്രേം, വളരെ ഫ്രണ്ട്ലി അന്നമ്മ. അതുകൊണ്ട് ഒരു നിമിഷം പോലും എനിക്ക് വേറൊന്നും ചിന്തിക്കേണ്ടി വന്നതേയില്ല. രാവിലെ എവിടെന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ? കുസുമൻ ചേച്ചി കൊണ്ടുവന്ന് തന്നു എന്ന് പറയാൻ എന്തുകൊണ്ടോ അയാൾക്ക് തോന്നിയില്ല. അഞ്ജലി വേറൊന്നും ചിന്തിക്കില്ല. എന്നാലും ഓഫീസിലേക്ക് വരുന്ന വഴി അരുണ കഫേയിൽ കയറി. ടൗണിലെ ഭേദപ്പെട്ട വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് അരുണ കഫേ. വന്ന ശേഷം ഞാൻ മോളെ വിളിച്ചു. അവരെല്ലാവരും കൂടി രാവിലെ അമ്പലത്തിൽ പോയിരിക്കുന്നു. അമ്മയാ പറഞ്ഞത്. അവൾക്ക് ഇപ്പോൾ നമ്മളെയൊന്നും വേണ്ട. അവൾ ഹാപ്പിയായി ഇരുന്നാൽ മതി. അയാൾ പറഞ്ഞു. ശരി പ്രേം, ഞാൻ പിന്നെ സൗകര്യം പോലെ വിളിക്കാം. അവൾ കോൾ കട്ട് ചെയ്തു. അല്പനേരം കഴിഞ്ഞപ്പോൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഗീത റാണി ഹാഫ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്നു. എന്താ ഗീത? അയാൾ ചോദിച്ചു. ഒന്നുമില്ല സർ. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും എന്തോ ഉണ്ടെന്ന് അയാൾക്ക് തോന്നി. ഇരിക്കൂ. അവൾ എതിർവശത്തുള്ള കസേരയിലിരുന്നു. സർ, ആ മേനാമ്പിള്ളി സദാനന്ദൻ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. അവൾ അല്പം മടിയോടെ പറഞ്ഞു. ദിനേശൻ കോൺട്രാക്ടറുടെ ബിനാമിയാണല്ലോ സദാനന്ദൻ. ബില്ല് പാസ്സാക്കാത്തതിൽ അയാൾക്ക് പക കാണും. എന്താണ് സദാനന്ദൻ പറഞ്ഞു നടക്കുന്നത്? പ്രേം ചോദിച്ചു. അത് നമ്മൾ രണ്ടുപേരുമാണ് ഇതിൻ്റെ പിന്നിലെന്ന്. മനസ്സിലായില്ല. ബില്ല് പാസ്സാക്കാൻ അനുകൂല റിപ്പോർട്ട് എഴുതാൻ ഞാൻ കൂടുതൽ പണം ചോദിച്ചെന്നും അയാൾ അതിന് വഴങ്ങാത്തത് കൊണ്ട് ഞാൻ സാറിനെ സ്വാധീനിച്ചാണ് ബില്ലിൽ ഒബ്ജക്ഷൻ എഴുതിച്ചതെന്നും പ്രേം ഒന്ന് ചിരിച്ചു. ആർക്കാണ് കഥകൾ ഉണ്ടാക്കാൻ പറ്റാത്തത്? ഗീത അത് കേട്ട് വിഷമിക്കേണ്ട. സത്യം നമുക്കറിയാമല്ലോ. ആരുടെ കയ്യിൽ നിന്നും ചില്ലിക്കാശ് പോലും ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് വന്നാലും തല ഉയർത്തി തന്നെ ഞാനത് നേരിടും, അയാൾ പറഞ്ഞു. ചിലരൊക്കെ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ആരിൽ നിന്നും ഞാൻ കണക്ക് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല സർ. പക്ഷേ എന്നെ ഉപയോഗിച്ച് സാറിൻ്റെ പേര് ചീത്തയാക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്നാണ് പ്രേമിന് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. ഒരു വനിതാ എഞ്ചിനീയറുടെ സ്വാധീനത്തിന് താൻ വഴങ്ങിക്കൊടുത്തു എന്ന് പറയുമ്പോൾ അതിന് വേറെയും ചില തലങ്ങളും ഉണ്ടല്ലോ. ഗീതയ്ക്ക് പേടിയുണ്ടോ? ഇല്ല സർ. പക്ഷേ ഒരു കാര്യവുമില്ലാതെ അപവാദമുണ്ടാകുമ്പോൾ വിഷമം തോന്നും. അല്ലാതെ ചിലതൊന്നും നമുക്ക് തടയാൻ പറ്റില്ല ഗീത. തടയാൻ ശ്രമിച്ചാൽ കൂടുതൽ ഭവിഷ്യത്ത് ഉണ്ടാവുകയും ചെയ്യും. അതിലും നല്ലത് അർഹിക്കുന്ന അവജ്ഞയോടെ അത് അവഗണിക്കുന്നതാണ്, അയാൾ പറഞ്ഞു. എനിക്ക് പ്രശ്നമൊന്നുമില്ല. അറിഞ്ഞ കാര്യം സാറിനോട് പറഞ്ഞതേ ഉള്ളൂ. താങ്ക്സ് ഗീത. ശരി സാർ. ഗീത റാണി പോയി. പ്രേം ശങ്കർ അല്പനേരം ചിന്താമഗ്നനായിരുന്നു. ഇതും ഒരു അടവാണ്. അപവാദം പറഞ്ഞു പരത്തി ഭീഷണിപ്പെടുത്തുക, എന്നിട്ട് വരുതിയിൽ വരുത്തുക. പക്ഷേ കരുതിയിരുന്നേ പറ്റൂ. ചെറിയ പാളിച്ച മതി വലിയ വീഴ്ചയാകാൻ. പിറ്റേന്ന് ഞായർ അതിരാവിലെ അഞ്ജലിയുടെ തറവാട്ടിലേക്ക് പ്രേം പുറപ്പെട്ടു. ആഴ്ചയിലൊരിക്കലല്ലേ ഇനി മധുവിനെ കാണാൻ പറ്റൂ. അവിടെ ചെന്നാണ് അയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഭക്ഷണമൊക്കെ എങ്ങനെയാ പ്രേം? രത്നമ്മ ചോദിച്ചു. എല്ലാം വെളിയിൽ നിന്നാണമ്മേ, അയാൾ പറഞ്ഞു. വയറ് കേടാകാതെ നോക്കണം, രാമചന്ദ്രൻ പറഞ്ഞു. നാളെ മുതൽ രാവിലെയും രാത്രിയിലും എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഉച്ചയ്ക്ക് എന്തായാലും ഹോട്ടലിൽ നിന്ന് കഴിക്കാതെ പറ്റില്ല. ഒരു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അത് സാരമില്ല. ഞാൻ കുറച്ച് അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ തന്നു വിടാം. അവധി ദിവസം എന്തായാലും ഇങ്ങ് പോരണം, രത്നമ്മ പറഞ്ഞു. ഞാൻ വരും. കുട്ടികളെയും കൊണ്ട് അയാൾ കാറെടുത്ത് ടൗണിലേക്ക് പോയി. അവർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ടൗണിൽ വെറുതെ ഒന്ന് ചുറ്റിയടിച്ചു. അങ്കിൾ അടുത്തയാഴ്ച ഇവിടെ സർക്കസ് വരുന്നുണ്ട്, ദീപാമോൾ പറഞ്ഞു. അടുത്തയാഴ്ച അങ്കിൾ വരുമല്ലോ. അന്നേരം നമുക്കെല്ലാവർക്കും കൂടി സർക്കസ് കാണാൻ പോകാം. അച്ഛനുണ്ടെങ്കിൽ അവർ ടിക്കറ്റ് ചോദിക്കത്തില്ല. അച്ഛൻ പോലീസാണെന്ന കാര്യത്തിൽ അവൾക്ക് അഭിമാനമുണ്ടായിരുന്നു. ആദിത്യൻ അങ്കിൾ വേണ്ട. പ്രേം അങ്കിളും നമ്മൾ 3 പേരും മാത്രം മതി, ആതിരയുടെ മകൻ അനൂപ് പറഞ്ഞു. സ്കൂൾ അടച്ചപ്പോൾ തന്നെ അവൻ അമ്മയുടെ തറവാട്ടിൽ എത്തിയിരുന്നു. 2 പേരെയും കൂട്ടിന് കിട്ടിയതിൽ മധുമതിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം. അനൂപും ദീപയും ഏതാണ്ട് ഒരേ പ്രായക്കാർ. മധു 3 വയസ്സിനിളയത്. വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് അഞ്ജലി വിളിച്ചത്. പ്രേം,
ഞങ്ങൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തി. ഗസ്റ്റ് ഹൗസിലാണ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അന്നമ്മ ജോസഫിനും എനിക്കും ഒരേ റൂം കിട്ടി. വെരി ഗുഡ്. റൂമൊക്കെ എങ്ങനെ? കുഴപ്പമില്ല, അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ക്യാമ്പസ്. ഗസ്റ്റ് ഹൗസിൽ തന്നെ ക്യാൻറ്റീനുണ്ട്. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേറെങ്ങും പോകണ്ട. ഞാനിപ്പോൾ വീട്ടിലാണ്. കുട്ടികളെയും കൊണ്ട് ഒന്ന് ചുറ്റിയടിച്ച് വന്നതേയുള്ളൂ. അതെയോ? ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ? അവൾ ചോദിച്ചു. പോണം, രാവിലെ തിരക്കല്ലേ. മോൾക്ക് ഫോണൊന്ന് കൊടുത്തേ. അയാൾ മൊബൈൽ മധുമതിക്ക് കൊടുത്തു. അമ്മയും മോളും കൂടി അല്പനേരം സംസാരിച്ചു. ഉച്ചയ്ക്ക് ആദ്യത്തിന് ഊണ് കഴിക്കാനെത്തി. പ്രേമിന് ഇന്ന് തന്നെ പോണോ? അയാൾ ചോദിച്ചു. പോണം. വൈകുന്നേരം നമുക്കൊന്ന് കൂടാമായിരുന്നു. അടുത്തയാഴ്ച ഞാൻ വരുമല്ലോ, അന്നേരമാകട്ടെ. പ്രേം ഒഴിഞ്ഞു. അശോകനും ആതിരയും മറ്റന്നാൾ ഇവിടെ വരുമെന്ന് പറഞ്ഞല്ലോ. ഏതോ കല്യാണത്തിൽ പങ്കെടുക്കാൻ? ആദിത്യൻ പറഞ്ഞു. ഉവ്, രാവിലെയാ കല്യാണം. അതുകൊണ്ട് തലേ ദിവസം എത്തും. വീട്ടിലായിരിക്കും തങ്ങുന്നത്. വൈകുന്നേരം ചായ കുടിച്ചു കഴിഞ്ഞ് പ്രേംശങ്കർ തിരിച്ചുപോയി. രാത്രിയിൽ കഴിക്കാൻ ആദിത്യൻ്റെ ഭാര്യ പ്രവീണ അയാൾക്ക് ഭക്ഷണം പൊതിഞ്ഞു കെട്ടി കൊടുത്തുവിട്ടു. അടുത്ത ദിവസം രാത്രിയിൽ അശോക് കുമാർ അയാളെ വിളിച്ചു. പ്രേം, നാളെ വൈകുന്നേരം ഞങ്ങൾ അവിടെ വരും. താൻ വീട്ടിൽ കാണുമല്ലോ അല്ലേ? ഞാനിവിടെ ഉണ്ടാകും ചേട്ടാ. വേറെ പ്രോഗ്രാം ഒന്നുമില്ല. എപ്പോഴത്തേക്ക് ഇവിടെ എത്തും? ഉച്ച കഴിഞ്ഞ് ഇവിടുന്ന് തിരിക്കൂ. സന്ധ്യയ്ക്ക് മുമ്പ് അവിടെ എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. അനൂപ് തറവാട്ടിലല്ലേ. ആതിരയും ഞാനും മാത്രമേ ഉണ്ടാവൂ. ശരി ചേട്ടാ. പ്രത്യേകിച്ച് ഒന്നും മേടിച്ചു വെക്കണ്ട. സാധനം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സാധനം എന്താണെന്ന് പ്രേമിന് മനസ്സിലായി. പാവം ആതിര ചേച്ചി. എല്ലാ രാത്രിയിലും കുടിച്ച് ബോധം കിടന്ന ഭർത്താവ്. ആ സ്ത്രീയുടെ വിധി. ചെറുപ്പമാണ്, ആരോഗ്യവുമുണ്ട്. പക്ഷേ പറഞ്ഞതുപോലെ പിറ്റേന്ന് വൈകുന്നേരം 6 മണിയായപ്പോഴേക്ക് അശോക് കുമാറും ആതിരയും വന്നു. അവർ വരുന്നത് പ്രമാണിച്ച് പ്രേം നേരത്തെ ഓഫീസിൽ നിന്ന് എത്തിയിരുന്നു. അഞ്ജലിയുടെ നിർദ്ദേശമനുസരിച്ച് താഴെയുള്ള ബെഡ്റൂമാണ് അയാൾ അവർക്ക് വേണ്ടി ഒരുക്കിയത്. ഗസ്റ്റ് റൂം മുകളിലാണ്. കിടക്കാറാകുമ്പോൾ അശോകൻ ചേട്ടൻ സ്റ്റെയർ കേസ് കയറാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്നവൾ ഊഹിച്ചു കാണും. കാറിൽ നിന്ന് സൂട്ട് കേസുമായി അശോക് കുമാർ ഇറങ്ങി. പിന്നാലെ ആതിരയും. അഞ്ജലി ഇല്ലാതെ പോയി. അല്ലെങ്കിൽ അവൾക്ക് വലിയ സന്തോഷമായേനെ നിങ്ങൾ രണ്ടുപേരും വന്നതുകൊണ്ട്, പ്രേം പറഞ്ഞു. എന്ത് ചെയ്യാനാ, ഒരാഴ്ച മുമ്പായിരുന്നെങ്കിൽ അവൾ ഇവിടെ ഉണ്ടായിരുന്നേനെ, ആതിര പറഞ്ഞു. അടുത്ത മാസം അവൾ ഇവിടെ വരുമല്ലോ. അന്നേരം നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് വാ, അശോക് കുമാർ പറഞ്ഞു. പ്രേം അവർക്ക് ബെഡ്റൂം കാട്ടിക്കൊടുത്തു. സൂട്ട് കേസ് ഇവിടെ വയ്ക്കാമല്ലോ. 3 പേരും അല്പനേരം സംസാരിച്ചിരുന്നു. പ്രേം, നമുക്കൊന്ന് പുറത്തു പോയാലോ? കുറച്ച് സോഡ വാങ്ങിക്കണമായിരുന്നു. ഞാനത് നേരത്തെ പറയാൻ വിട്ടു. ആതിര പ്രേമിനെ ഒന്ന് നോക്കി. ചേട്ടൻ വരണ്ട, റെസ്റ്റ് എടുക്ക്. വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. രാത്രിയിൽ കഴിക്കാൻ എന്താണ് വേണ്ടത്? പ്രേം ചോദിച്ചു. എനിക്കൊരു മസാലദോശ മാത്രം മതി, ആതിര പറഞ്ഞു. എനിക്ക് 2 ചപ്പാത്തി, 2 പിസ്സ ചിക്കൻ, പിന്നെ കുറച്ച് നട്ട്സ്, സോഡ 1 ലിറ്റർ. ഐസ് ക്യൂബ് ഇവിടെ കാണുമല്ലോ. പ്രേം ശങ്കർ അപ്പോൾ തന്നെ ടൗണിലേക്ക് പോയി. എല്ലാം വാങ്ങി തിരിച്ചു വന്നപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിരുന്നു. കോളിംഗ് ബെല്ലടിച്ച് അയാൾ കാത്തു നിന്നു. വാതിൽ തുറന്നപ്പോൾ അഞ്ജലിയെ കണ്ട് അയാൾ ഞെട്ടി. അല്പം ഒരു ലജ്ജയോടെ ആതിര ചിരിച്ചു. സംശയിക്കേണ്ട, ഇത് ഞാനാണ്. രാത്രി ഉടുക്കാനുള്ളത് എടുത്തു വെച്ചതാണെങ്കിലും പോരുമ്പോൾ അത് മറന്നു. അഞ്ജലിയെ വിളിച്ചു ചോദിച്ചപ്പോൾ കബോർഡിൽ അവളുടെ നൈറ്റ് കാണുമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല പാകം. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ. അയാൾ അവളുടെ മുഖത്തേക്ക് അത്ഭുതം വിടാതെ നോക്കി. അയാളുടെ കണ്ണുകളിൽ നോക്കി അവളും നിന്നു. അശോകൻ ചേട്ടൻ? പ്രേംശങ്കർ ചോദിച്ചു. കുളിക്കുകയാണ്. ആഘോഷങ്ങൾക്ക് ചില ചിട്ടവട്ടങ്ങളുണ്ട് അശോകേട്ടന്. അത് പ്രേമിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പുഞ്ചിരിയോടെ ആതിര ചോദിച്ചു. ഇല്ല, കുളിച്ച് വൃത്തിയായി അലക്കിയ ഡ്രസ്സ് ധരിച്ചിട്ട് കുപ്പി കൈകൊണ്ട് തൊടൂ. പാനക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്ലാസ്, സോഡ, ഐസ്, സ്നാക്സ് എല്ലാം മുൻപിലുണ്ടായിരിക്കണം. ഇടയ്ക്കൊന്നിനും ഭംഗം വരരുത്. പ്രേംശങ്കർ ചിരിച്ചു. എന്താണെന്നറിയില്ല, ഇങ്ങോട്ട് വരാൻ അശോകേട്ടന് വലിയ ഉത്സാഹമായിരുന്നു. പ്രേമിൻ്റെ കമ്പനി വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഞാൻ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് എന്നോട് ദേഷ്യം കാണുമെന്നായിരുന്നു എൻ്റെ വിചാരം. എന്തുപദേശങ്ങൾ? അതൊന്നും ആതിര ചേച്ചിയോട് പറയാൻ പറ്റില്ലല്ലോ. അഞ്ജലിയോട് വിശ്വസിച്ച് പറഞ്ഞതാണ്.
അല്ല, ഡ്രിങ്ക്സിൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോളൊക്കെ വേണമെന്ന്. ഒരു കാര്യത്തിൽ മാത്രം അശോകേട്ടന് കൺട്രോളുണ്ട്. അക്കാര്യത്തിൽ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല, ആതിര പറഞ്ഞു. അതെന്താണ്? ആരൊക്കെ എത്രയൊക്കെ നിർബന്ധിച്ചാലും രാത്രി 8 മണിക്ക് മുമ്പ് ഒരു തുള്ളി പോലും ആൾ കുടിക്കില്ല. അതൊരു നിസ്സാര കാര്യമല്ല ചേച്ചി. പലരും അങ്ങനെയല്ല, കിട്ടുമ്പോഴൊക്കെ മോന്തുന്നവരാണ്. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കണക്കുമില്ല. ഇന്നെങ്കിലും പ്രേമൊന്ന് ശ്രദ്ധിക്കണേ. അയാൾ തലകുലുക്കി. വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ അയാൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുചെന്ന് വെച്ചിട്ട് മുകളിലത്തെ മുറിയിൽ ചെന്ന് കുളിച്ചു. വേഷം മാറി. തിരിച്ച് താഴെ വന്നപ്പോൾ കുളി കഴിഞ്ഞ് വേഷം മാറി മുടി ചീകി വെച്ച് മാന്യനായി അശോകേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കിട്ടിയോ? പ്രേമിനെ കണ്ട് അയാൾ ചോദിച്ചു. കിട്ടി. ഒരു കാര്യം പറയാൻ മറന്നു. മുട്ട വാങ്ങിച്ചിരുന്നെങ്കിൽ ഓംലേറ്റ് ഉണ്ടാക്കാമായിരുന്നു. മുട്ടയുണ്ട് ചേട്ടാ. ആതിര എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ ഫ്രിഡ്ജ് തുറന്ന് 4-5 മുട്ടയെടുത്ത് ഓംലേറ്റ് ഉണ്ടാക്കാൻ ശ്രമം തുടങ്ങി. നല്ല വീട്, എനിക്കിഷ്ടപ്പെട്ടു. അവിടെ ഒരു പ്ലോട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പ്രേം ഒന്ന് വരണം. നമുക്ക് ഇതുപോലൊരു വീട് അവിടെ വെക്കണം, അശോകൻ പറഞ്ഞു. എത്ര സെൻറ്റുണ്ട്? 12. ഓ, അത് ധാരാളം. 2-3 പ്ലാനുകൾ ഞാൻ കാണിക്കാം. ചേട്ടൻ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി, പ്രേം പറഞ്ഞു. ഈ പ്ലാൻ മതി, വേറൊന്നും നോക്കണ്ട. പ്രേമിന് അപ്പോൾ ഗീതാ റാണിയെ ഓർമ്മ വന്നു. അവൾക്ക് ഈ വീടിൻ്റെ പ്ലാൻ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വാ, നമുക്ക് തുടങ്ങാം, അശോകൻ പറഞ്ഞു. രണ്ടുപേരും ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു. ഒരു പ്ലേറ്റിൽ 2-3 ഓംലെറ്റ് അപ്പോഴേക്കും ആതിര കൊണ്ടുവന്ന് വെച്ചു. ഗ്ലാസുകൾ, സോഡ, ബൗളിൽ ഐസ് ക്യൂബുകൾ, ചെറിയ പ്ലേറ്റിൽ വറുത്ത കശുവണ്ടി പരിപ്പ് എല്ലാം ഭംഗിയായി നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. വിസ്കി കുപ്പിയെടുത്ത് തുറന്ന് 2 ഗ്ലാസുകൾ ചേർത്ത് വെച്ച് തുല്യ അളവിൽ അശോകൻ പാനീയം പകർന്നു. പിന്നെ 2ലും കുറച്ച് ഐസ് കട്ടകൾ എടുത്തിട്ടു. ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അടുത്ത റൗണ്ടിൽ മതി സോഡ. എന്താ? അശോകൻ ചോദിച്ചു. ആതിര വാതിലിനടുത്ത് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പ്രേമിനെ ഒന്ന് നോക്കി. അയാൾ അത് കണ്ടു. എനിക്കൊരു റൗണ്ട് മതി ചേട്ടാ, പ്രേം പറഞ്ഞു. അതെന്താ? രാവിലെ തലവേദന വരും അധികമായാൽ, പ്രേം നുണ പറഞ്ഞു. അത് ശീലമില്ലാത്തത് കൊണ്ടാ. ദിവസവും രാത്രി 2 പെഗ് കഴിക്കണം. നല്ല ഉറക്കം കിട്ടും. രാവിലെ ഒരു പ്രോബ്ലവും ഉണ്ടാകത്തില്ല. അതൊന്നും അഞ്ജലി സമ്മതിക്കത്തില്ല. എൻ്റെ ഭാര്യയെ കണ്ടു പഠിക്കാൻ പറ അവളോട്. എൻ്റെ കാര്യത്തിൽ ആതിര ഒരു കാരണവശാലും ഇടപെടുകയില്ല. ആതിര പെട്ടെന്ന് അകത്തെ മുറിയിലേക്ക് പോയി. ആദ്യത്തെ ലാർജുമായി അത് കഴിക്കുന്നു എന്ന് നടിച്ച് പ്രേമിരുന്നു. അതിനിടയിൽ അശോകൻ 3 തവണ ഗ്ലാസ് നിറച്ചു. 4ാമത്തേത് ഒഴിച്ചപ്പോൾ ഇനി വേണ്ടെന്ന് നിരുത്സാഹപ്പെടുത്തണമെന്ന് പ്രേം നിശ്ചയിച്ചു. ഇത് ലാസ്റ്റാണ് ചേട്ടാ, ഇനി വേണ്ട. നാളെ രാവിലെ കല്യാണത്തിന് പോകാനുള്ളതല്ലേ, അയാൾ പറഞ്ഞു. 4 ആയുള്ളൂ. 5, 6 ഒന്നും എനിക്കൊരു പ്രശ്നമല്ല പ്രേം. നോക്ക്, എൻ്റെ നാവ് കുഴയുന്നുണ്ടോ? ഇല്ലല്ലോ. ശരിയാണ്, പെരുമാറ്റത്തിലൊരു അസ്വാഭാവികതയുമില്ല. എനിക്കിത് മാത്രമേ ഉള്ളൂ പ്രേം ദുശീലമെന്ന് പറയാൻ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പലരും അങ്ങനെയല്ല. ഐ മേ നോട്ട് ബി എ പെർഫെക്റ്റ് ഹസ്ബൻഡ്, ബട്ട് ഐ ആം എ ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ്. 5ാമത്തേതും അശോകൻ ഒഴിച്ചു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം, പ്രേം ഓർമ്മിപ്പിച്ചു. കഴിക്കാം, ഒരു വിരോധവുമില്ല, കഴിക്കാം. ചപ്പാത്തിയും ചിക്കൻ കറിയും പ്രേം വിളമ്പിക്കൊടുത്തു. അയാൾ അത് കഴിച്ചു തീർത്തപ്പോൾ അല്പം ബുദ്ധിമുട്ടി. മുകളിലേക്ക് ഉയർത്തിയ കൈ പലപ്പോഴും വായ വരെ എത്തിയില്ല. ഞാൻ നിർത്തി പ്രേം. അശോകൻ എഴുന്നേറ്റ് ചെന്ന് കൈ കഴുകി. ഞാൻ പോയി കിടക്കട്ടെ? ഡ്രൈവ് ചെയ്ത് വന്നതുകൊണ്ടായിരിക്കും നല്ല ക്ഷീണം. പ്രേം അയാളെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി. കിടന്നതും അയാൾ ഗാഢനിദ്രയിലേക്ക് വഴുതി വീണു. തിരിച്ച് പ്രേം ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്തിയപ്പോൾ ആതിര അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ, ഇതാണ് പതിവ്, അവൾ പറഞ്ഞു. പ്രേം ഒന്നും പറഞ്ഞില്ല. അവൾ കസേര നീക്കിയിട്ടിരുന്നു. എന്നിട്ട് മസാല ദോശയുടെ പാഴ്സൽ എടുത്ത് തുറന്നു. തണുത്തുപോയി കാണും, പ്രേം പറഞ്ഞു. ജീവിതമേ തണുത്തുപോയില്ലേ? പിന്നെ എന്താണ്? 2 പേരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. പെർഫെക്റ്റ് ഹസ്ബൻഡ് അല്ലെന്നും ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ് ആണെന്നും. എനിക്കപ്പോൾ ചിരിയാ വന്നത്. ഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡ് ആകുക എന്നത് നിസ്സാര കാര്യമാണെന്നാ വിചാരം, പ്രേം ചോദിച്ചു. അശോകേട്ടനെ പോലെ സുന്ദരനായൊരു ഡോക്ടർക്ക് സുഹൃത്തുക്കളെ കിട്ടാൻ പ്രയാസമുണ്ടെന്ന് പ്രേം വിചാരിക്കുന്നുണ്ടോ? ചിലരൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു പേടിയും തോന്നിയിട്ടില്ല. കാരണം ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾ ഒന്നിനും ശ്രമിക്കുകയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അത് വേണ്ടിയിരുന്നില്ലെന്ന് ആതിരയ്ക്ക് തോന്നിയത്.
സോറി, എനിക്കറിയാം. അഞ്ജലി ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, പ്രേം പറഞ്ഞു. ആതിര അയാളുടെ മുഖത്തേക്ക് നോക്കാനാവാതെ തലകുനിച്ചിരുന്നു. കഴിച്ചു കഴിഞ്ഞ് അയാൾ എഴുന്നേറ്റു. ചേച്ചി പോയി കിടന്നോളൂ, ഞാൻ എല്ലാം ക്ലീൻ ചെയ്തോളാം, അയാൾ പറഞ്ഞു. ഏയ്, അത് സാരമില്ല. പ്രേം ടി വിയുടെ മുന്നിൽ വന്നിരുന്ന് ന്യൂസ് ശ്രദ്ധിച്ചു. അല്പനേരം കഴിഞ്ഞ് ആതിര വന്നു. ഞാൻ മുകളിലാണ് കിടക്കുന്നത്, ഗുഡ് നൈറ്റ്. അവളെ കണ്ട് അയാൾ എഴുന്നേറ്റു. അവൾ തലകുലുക്കി. ടി വി ഓഫ് ചെയ്തിട്ട് പ്രേം സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ക്ലോക്കിൽ 9:30. ബെഡ് നേരത്തെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ തലയിണകൾ ഉയർത്തി വെച്ച് ചാരിയിരുന്നുകൊണ്ട് മൊബൈലെടുത്ത് അന്നത്തെ വാട്സാപ്പ് മെസ്സേജുകൾ ഓരോന്നായി ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ ആതിരയാണ് വിളിക്കുന്നത്. ഹലോ. അയാൾ ഉടൻ ആ കോൾ എടുത്തു. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല പ്രേം, അവൾ പറഞ്ഞു. സ്ഥലം മാറി കിടക്കുന്നത് കൊണ്ടായിരിക്കും. ഉറക്കം വരുന്നത് വരെ വല്ലതും വായിക്കാമായിരുന്നു. ലൈബ്രറി മുകളിലാണ്. നോവൽ മതിയെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. ഇംഗ്ലീഷോ മലയാളമോ? ഞാൻ അങ്ങോട്ട് വരാം പ്രേം. അയാൾ കിടന്ന മുറിയിലായിരുന്നു ബുക്ക് ഷെൽഫുകൾ. ഇംഗ്ലീഷും മലയാളവും പ്രത്യേകം അലമാരകളിൽ. അതിൽ തന്നെ ഫിക്ഷനും അല്ലാത്തവയും വേർതിരിച്ച്. ആതിര മുകളിലേക്ക് കയറി വന്നു. അയാൾ അലമാര തുറന്നു കൊടുത്തു. ഇംഗ്ലീഷ് നോവലുകളാണ് അവൾ നോക്കിയത്. MBBSന് പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ നോവലുകൾ വായിക്കുമായിരുന്നു. സമയം വേസ്റ്റാക്കുകയാണ് എന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് കളിയാക്കുമായിരുന്നു. പക്ഷേ മാരേജിന് ശേഷം പത്രമല്ലാതെ വേറൊന്നും വായിച്ചിട്ടേയില്ല, ആതിര പറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെയും ഹോബി അതുതന്നെയായിരുന്നു. വൈകുന്നേരം സിറ്റിയിൽ പോകും. ഫുട്പാത്തിൽ സെക്കൻഡ് ഹാൻഡ് ബുക്സ് നിസ്സാര വിലയ്ക്ക് കിട്ടുമായിരുന്നു. പ്രത്യേകിച്ച് ഫോറിൻ ബുക്സ്. 100 രൂപ കൊടുത്താൽ 3-4 നോവലുകൾ. അതൊക്കെ എന്തൊരു കാല! ഓർക്കുമ്പോൾ തന്നെ സുഖമാണ്. കെട്ടുപാടുകളൊന്നുമില്ലാതെ ഫ്രീ ആയി നടന്നാൽ മതിയായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ദാമ്പത്യം ഒരു ജയിലാണെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറയാറുണ്ട്. വളരെ ശരി. അകത്തേക്ക് മാത്രം തുറക്കുന്ന ജയിൽ. ആതിര പല ബുക്കുകളും തിരഞ്ഞു നിന്നതല്ലാതെ ഒന്നും വായിക്കാനെടുത്തില്ല. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? അടുത്തേക്ക് ചെന്ന് പ്രേം ചോദിച്ചു. എന്താ, എന്നെ ഒഴിവാക്കാൻ ധൃതിയായോ? അവൾ പുഞ്ചിരിയോടെ അയാളെ നോക്കി. അയ്യോ, അതല്ല. സത്യം പറഞ്ഞാൽ ബുക്ക് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. വായിക്കാൻ ഒരു മൂഡും ഇല്ല. ആരോടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. ഹോസ്പിറ്റലിലാണെങ്കിൽ ഹലോ ഹായ് ബന്ധങ്ങൾ മാത്രം. വീട്ടിൽ വന്നാൽ 8-8:30 വരെ അശോകേട്ടൻ പ്രാക്ടീസ്. അത് കഴിഞ്ഞാൽ അവൾ ബാക്കി പറഞ്ഞില്ല. അനൂപിനാണെങ്കിൽ ഇഷ്ടം പോലെ ഹോംവർക്ക്, വേറെ അസൈൻമെൻറ്റ്സ്. അവനും 5 മിനിറ്റിൽ കൂടുതൽ തരില്ല. ചില സ്ത്രീകൾ കാമുകന്മാരെ കണ്ടെത്തിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രേമിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എത്ര മണിക്കാണ് പ്രേം സാധാരണ ഉറങ്ങാറുള്ളത്? 11-11:30, അയാൾ പറഞ്ഞു. ഇപ്പോൾ 10 മണി ആയതല്ലേ ഉള്ളൂ. അപ്പോൾ ഇനിയും സമയമുണ്ട്. അഞ്ജലിക്ക് പിറ്റേ ദിവസത്തേക്ക് ക്ലാസ് എടുക്കാനുള്ള പ്രിപ്പറേഷൻസ് കാണും. അവൾ വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യും, അയാൾ പറഞ്ഞു. പ്രേമിനറിയാമല്ലോ, ഞങ്ങൾക്ക് പകൽ സമയത്ത് മാത്രം വന്നു പോകുന്ന ഒരു സെർവൻ്റാണുള്ളത്. സന്ധ്യയ്ക്ക് മുമ്പ് അവൾ പോകും. രാത്രിയിൽ കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ചെല്ലുമ്പോഴേക്ക് അശോകേട്ടൻ എന്നും ഉറങ്ങിക്കഴിഞ്ഞിരിക്കും. ഞാനിപ്പോൾ വേറെ മുറിയിലാണ് ഉറക്കം. പ്രേം ഒന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ. എന്നോടിപ്പോൾ സിമ്പതി തോന്നുന്നുണ്ടോ? പെട്ടെന്ന് അവൾ പുഞ്ചിരിച്ചു. അയാൾ മറുപടി പറഞ്ഞില്ല. വെറുതെ ചിരിച്ചതേയുള്ളൂ. ഇതൊന്നും ആരോടും പറയണമെന്ന് വിചാരിച്ചതല്ല. അറിയാതെ പ്രേമിൻ്റെ അടുത്ത് കുറേയൊക്കെ അഞ്ജലിക്കും അറിയാം. അഞ്ജലി ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞില്ല. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് അശോകേട്ടൻ്റെ കൂടെ ഇരുന്ന് മൂക്കുമുട്ടെ കുടിച്ചില്ലല്ലോ. അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഞാൻ പ്രേമിനോട് ഒരിക്കലും ക്ഷമിക്കത്തില്ലായിരുന്നു. എനിക്ക് അത്തരം ശീലമില്ല. ഇതുപോലെ കമ്പനിക്ക് അല്പം മാത്രം, അയാൾ പറഞ്ഞു. അതിൽ ഞാൻ തെറ്റൊന്നും പറയില്ല. എന്തോ ആവാം, പക്ഷേ മിതമായി മാത്രം. കാല് കഴിക്കുന്നില്ലേ? കുറച്ചു നേരം ഇരിക്കൂ, പെട്ടെന്ന് പ്രേം പറഞ്ഞു. കുറച്ചു നേരമല്ല, ഉറക്കം വന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാം. അവൾ ചെന്ന് ബെഡിലിരുന്നു. അഞ്ജലി ഇരിക്കുന്നത് പോലെയാണ് അയാൾക്ക് തോന്നിയത്. പ്രേം ഇരിക്കുന്നില്ലേ? അവൾ ചോദിച്ചു. ഇരിക്കാം. അയാൾ ചെന്ന് ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു വെച്ചു. തണുത്ത കാറ്റ് കയറി വരട്ടെ. മുറിയിലേക്ക് അപ്പോൾ മുല്ലപ്പൂ മണമുള്ള ഒരു ഇളം കാറ്റ് കയറി വന്നു. അടുത്ത ഭാഗം നാളെ.